ഞാൻ എന്നോട് ഒരാൾ പറഞ്ഞത് എവിടെ പ്രണയമുള്ളത്, ഒരു കാമം മാത്രമേ ഉള്ളൂ. സ്വാതന്ത്ര്യം എന്നത് അമേരിക്കയിൽ ഒരു പ്രതിമയുടെ പേരാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടക്കുന്നത് കവികളാണ്. ഒരു കവിയെ നിങ്ങൾക്ക് തടവിലാക്കാനേക്കാൾ എളുപ്പം അയാളെ വിവാഹിതനാക്കുന്നതാണെന്നുള്ള, വിവാഹം കഴിച്ചാൽ മതി. പ്രണയമുള്ളിടത്തോളം കാലം, പ്രണയം ജീവിതത്തിലെ മറ്റു പ്രയാസങ്ങൾ ഇതെല്ലാം ഉള്ളിടത്തോളം കാലം കവിത നിലനിൽക്കുക ചെയ്യും. There is poetry in everything. And that is the biggest argument against poetry. എല്ലാത്തിലും കവിത ഉണ്ടെങ്കിൽ കവിത എന്ന് പറയുന്നൊരു സാധനം നിലനിൽക്കുകയില്ല. ആർക്കും പുതിയ രീതിയിൽ പുതിയ കാഴ്ചയോടെ കാണാൻ പറ്റുന്നുള്ളതാണ് കവിതയുടെ സവിശേഷത തന്നെ. സ്നാപ്ചാറ്റുകൾ വരെ കവിത വരികയാണ്. ഈ ലോകത്തെ ഏറ്റവും പുതുതായി കാണാനുള്ളൊരു പ്രവണത മറ്റ് സാഹിത്യ രൂപങ്ങളിലേക്കാൾ കൂടുതൽ കവിതയിലുണ്ട്. ഭാഷയിലെ സൗന്ദര്യം എന്ന് പറയുന്ന കവിതയാണ്. അപ്പോൾ ഭാഷക്കുള്ളിൽ എന്തായാലും കവിത ഉണ്ടാവും. ആ കവിതയെ നമുക്ക് എടുത്തു മാറ്റാൻ വേണ്ടി പറ്റില്ല. നിന്നെ ഞാനിപ്പോൾ ഉറക്കുമ്പോൾ നാളത്തെ പ്രഭാതം നിനക്ക് സാധ്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഞാനുണ്ടാവും, ചിലപ്പോൾ ഈ കുട്ടി ഉണ്ടാവും എന്നുള്ളതാണ്. കവിത എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ലാണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. നാട്ടിൽ നിറയെ കവികളാണ്, നടക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഓർമ്മ വന്നൊരു കവിത സാഹിർ ലുധിയാൻവി, നമ്മളെ കബി കബി എന്ന് പറയുന്ന പാട്ടൊക്കെ എഴുതിയ ഉറുദു കവി. ഈ ഹിന്ദിയിൽ ഇങ്ങനെ കവി സദസ്സുകളുടെ ഒരു വലിയ പാരമ്പര്യം ഉണ്ടല്ലോ. അതായത് ആളുകൾ ഇങ്ങനെ ഒരു വിഷയം എടുത്തിട്ട് ഓരോരുത്തരും വന്ന് അതിനെപ്പറ്റി കവിത അവതരിപ്പിക്കുന്നു. ആളുകൾ ബലേബേഷ് എന്നൊക്കെ പറയുന്നു. പലപ്പോഴും കുറേ എക്സാജറേഷനും കുറേ അത്യുക്തികളൊക്കെ ചേർന്നിട്ടുള്ള കവിതകളൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു സദസ്സിൽ ആളെത്തിപ്പെട്ടപ്പോൾ താജ്മഹലാണ് അന്നത്തെ വിഷയം. അപ്പോൾ ഓരോ കവികളും വന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പുകഴ്ത്തലുകൾ, താജ്മഹൽ എന്ന് പറയുന്ന പ്രണയത്തിൻ്റെ നിത്യ സ്മാരകമാണ്, അത് ഭയങ്കരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കവിതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സാഹിർ ലുധിയാൻവിയുടെ ഊഴം വന്നപ്പോൾ ആള് പോയി അവിടുന്ന് ഒരു 4 വരിയുള്ള കവിത, വരികൾ എനിക്കറിയില്ല, അതിൻ്റെ സാരാംശം ഇതാണ്: തൻ്റെ വലിയ സമ്പത്ത് കൊണ്ട് ഒരു ചക്രവർത്തി പാവപ്പെട്ട നമ്മുടെ പ്രണയത്തെ പരിഹസിക്കുകയാണ്. ഇതാണ് താജ്മഹലിനെ പറ്റി ആൾ എഴുതിയ കവിത. അതായത് ഷാജഹാന്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, സമ്പത്തുണ്ട്, ഷാജഹാന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രജകളുണ്ട്. അപ്പോൾ ആള് അത്രയും സമ്പന്നനൊക്കെ ആയതുകൊണ്ട് ആ സമ്പത്ത് വെച്ചിട്ട് നമ്മൾ പാവപ്പെട്ടവരുടെ പ്രണയത്തെ പരിഹസിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുവരെ അവിടെ പറഞ്ഞിരുന്ന എല്ലാ കവിതകളെയും ഒറ്റയടിക്ക് റദ്ദ് ചെയ്ത ഒരു കവിതയായി. കാരണം പിന്നെ ഒരാൾക്ക് ഈ ഈ കവിത കേൾക്കാനിടയായ ഒരാൾക്ക് പിന്നീട് താജ്മഹൽ നോക്കുന്ന സമയത്ത് ഈ ചിന്ത മനസ്സിൽ വരാതിരിക്കുകയില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ സാധനവും നമ്മൾ ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടിനെ എപ്പോൾ കാണുമ്പോഴും അത് ഓർക്കും. ഓക്കെ, ലിബർട്ടി ഈസ് ദ നെയിം ഓഫ് എ സ്റ്റാച്യു ഇൻ USA. പിന്നെ ഇത് നമ്മളുടെ ഒരു ലോക വീക്ഷണത്തിനെ എല്ലാ കാലത്തേക്കുമായി അട്ടിമറിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി കവിതയ്ക്ക് പോസിബിൾ ആയിട്ട്, കവിതയ്ക്ക് സാധ്യമാണ്. ഇപ്പം മേതിൽ രാധാകൃഷ്ണന്റെ ഒരു വരിയുണ്ട്: പ്രപഞ്ചം ദൈവത്തിന്റെ ഫോസിലാകുന്നു. അത് പ്രപഞ്ചം എന്ന് പറയുന്നത് പണ്ടേ മരിച്ചുപോയി, എന്നിട്ടാണ് അതൊരു ഫോസിലാണ്. അല്ല, സോറി, ദൈവം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു, അത് മരിച്ചു, പിന്നെ അതിന്റെ ഫോസിലാണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം. എന്താ റിഡക്ഷനിസമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു വേറെ ഒരു തരത്തിലും വേറെ ഒരു മാധ്യമത്തിൽ നിന്ന് നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രസ്താവന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മൾ സിനിമ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മാധ്യമം എന്നൊക്കെ പറയും. പക്ഷെ ഈ ഒരു പ്രസ്താവനയുടെ പിന്നെ ഫീലിംഗ്, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതാ പറഞ്ഞ, കവിതക്ക് മാത്രം ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അടുത്ത മനോജ് കാട്ടമ്പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. മനോജ് കാട്ടമ്പള്ളിയെ വളരെ കാലമായിട്ട് ഞാൻ വായിക്കുന്നതാണ്. നമ്മൾ ഏതാണ്ട് സമപ്രായക്കാരാണെന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ അടുത്തിടപഴകാനൊരു അവസരം കിട്ടുന്നത്. മനോജിന്റെ കവിതകളിൽ പണ്ടോട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മുടെ സമൂഹത്തിലെ വയലൻസ്, നമ്മൾ നേരത്തെ സംസാരിക്കുകയുണ്ടായി. കവികൾക്കൊരു ദീർഘവീക്ഷണം ഉണ്ടാവും എന്ന് പറയല്ലോ. ഇപ്പോൾ നമ്മളെ സമൂഹം പതിയെ പതിയെ വയലൻസിലേക്കും, വയലൻസിൻ്റെ ഒരു ആക്സെപ്റ്റബിലിറ്റി, നമുക്കത് ഓക്കെ ആണെന്ന് തോന്നുന്നൊരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പം നമ്മൾ സിനിമകളിലൊക്കെ ഇങ്ങനെ തലച്ചോറ് പൊട്ടിച്ചെതിറുന്നതും പിന്നെ കയ്യും കാലും മുറിയുന്നതും ചോര ഇങ്ങനെ പിന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നൊക്കെ രംഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങനെ സിനിമയിൽ മാത്രമായി സംഭവിച്ചിട്ട് പിന്നെ സമൂഹത്തിലേക്ക് വരുന്നൊരു കാര്യമൊന്നുമല്ല. നമ്മുടെ സമൂഹത്തിൽ അന്തർലീനമായിട്ട് വയലൻസ് ഉണ്ട്. ആ വയലൻസിനെ ഒരുപക്ഷെ കവികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെ ഗ്രഹിക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രെഡിക്റ്റ് ചെയ്യാനോ വേണ്ടി പറ്റും. ഈ ഒരു അർത്ഥത്തിൽ നമ്മളൊരു സമൂഹത്തിൻ്റെ സമീപനങ്ങൾ ഒരു പ്രത്യേക ദിശകളിലേക്ക് മാറുന്നതിനെ പണ്ടേ മനസ്സിലാക്കിയിട്ടുള്ളൊരു, അല്ലെ അതിൻ്റെ ഒരു സാംസ്കാരിക വ്യതിയാനത്തെ, സാംസ്കാരികമായ ഒരു പരിണാമത്തെ
ആ, ക്രാന്തദർശിത്വത്തോടുകൂടി മനസ്സിലാക്കിയിട്ടുള്ള ഒരു കവിയാണ് മനോജ്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ കാര്യത്തെപ്പറ്റി പറയാനുള്ളത്? അത് മാത്രമല്ല, എങ്ങനെയാണ് സ്വന്തം ഈ കലയെ ഈ ഒരു പെർസെപ്ഷനിൽ നോക്കിക്കാണുന്നത് എന്നതിനെ പറ്റി പ്രതികരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം കവിത, എൻ്റെ ഒരു കവിതാ സമാഹാരത്തിന് എഴുതിയ ഒരു ആമുഖം എന്ന് പറയുന്നത്, അതിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, മനുഷ്യൻ്റെ ചോരയും കണ്ണീരും കൂടിയ ഒരു വീടാണ് എൻ്റെ കവിത എന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വയലൻസ് ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ പേടിയോടുകൂടി നോക്കിക്കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ സമാഹാരത്തിന് എഴുതിയ ആ ഒരു ആമുഖത്തിൽ അവതാരികയിൽ സുഹൃത്ത് റോഷ്നി സ്വപ്ന എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് വളരെ പേടിച്ച് നടക്കുന്ന ഒരു കുട്ടിയാണ് മനോജിലുള്ള ഒരു കവി എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വളരെ ഭയത്തോടു കൂടി, ഒരു കണ്ണോടുകൂടി ഇങ്ങനെ സമൂഹത്തെ കാണുന്ന ഒരു മനുഷ്യൻ. ഒരു ഏകവചനത്തിൽ തുടങ്ങി അതൊരു ബഹുവചനത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയോ ഒരു കണ്ണായി മാറുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ കവിതയിൽ പലപ്പോഴും ഉള്ളത്. കാരണം അത് എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ നാട്, എൻ്റെ ശരീരം. ഇത് പക്ഷേങ്കിൽ പൊളിറ്റിക്കലായിട്ട് വരുമ്പോൾ അത് എൻ്റെ എന്നുള്ള പ്രശ്നം മാത്രമായിരിക്കില്ല. എൻ്റെ വീട് നഷ്ടപ്പെടുന്നത്, ഈ സമൂഹത്തിൻ്റെ വീട് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നാശം, അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വയലൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിലൊക്കെ വളരെ വല്ലാത്ത രീതിയിൽ വയലൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് അറിയാം, മോഹിനിയാട്ടം എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ, അപ്പോൾ എന്നെ വളരെ അമ്പരപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ കഥ പറയുന്നതല്ല. ഒരു മനുഷ്യൻ്റെ ശവശരീരം ഇങ്ങനെ ഒരു പാക്കറ്റിലാക്കി അത് ആൾക്കാർ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത്, ഇത് എവിടെ ഒളിപ്പിക്കുമെന്ന് വരച്ച് ഇങ്ങനെ കാത്തുക്കുന്ന സമയത്ത് പോലീസുകാർ ആ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഒരു പാക്കറ്റ് മറന്നുപോയിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ ശവശരീരമാണ്. അപ്പോൾ പിന്നെ തിയേറ്ററിൽ സ്ക്രീനിലേക്ക് വരുന്നത് ഒരു പ്രഷർ കുക്കറിൽ ഇങ്ങനെ വേവിക്കുന്ന ഒരു സംഭവമാണ്. ഈ മനുഷ്യ ശരീരം ഒരു പ്രഷർ കുക്കറിൽ വേവിക്കുന്നു. അപ്പോൾ തിയേറ്ററിൽ ഭയങ്കര കയ്യടിയാണ് പുതിയ ആൾക്കാർ, പുതിയ സമൂഹം. അപ്പോൾ ഇങ്ങനെ ക്രൈമിനെ വളരെ ആഘോഷമാക്കി മാറ്റുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എഴുതിയ കാലത്ത് ആളുകൾ പറയാറുണ്ടായിരുന്നു, നിങ്ങളുടെ ഈ കവിതയൊന്നും ഇങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനം എനിക്ക് ആദ്യകാലത്ത് കവിതയിലുണ്ടായിട്ടുണ്ട്. നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യമല്ല, ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാട്ടിലോ നടക്കുന്നതാണ്. ഇവിടെ ആൾക്കൂട്ട കൊലപാതകമില്ല, ഇവിടെ ക്രൈമുകളില്ല, ഫാസിസമില്ല. മനുഷ്യർ വളരെ, ഈ കവിതയിൽ നമ്മൾ പലപ്പോഴും കൊണ്ടുവരേണ്ടത് നമ്മുടെ വളരെ ലാവണ്യബോധത്തോടു കൂടിയുള്ള വളരെ ആത്മകമായ കാര്യങ്ങൾ മാത്രമാണ് കവിതയിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു പാരമ്പര്യമായ ഒരു നിലപാട് നമ്മുടെ കവിതയുടെ സമൂഹത്തിലുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കവിത എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ വേദനയും അതുപോലെ അവൻ്റെ പ്രതിരോധവും പ്രതിഷേധവുമാണ്. മനുഷ്യന് കവിതയിലെ കൂടെ ഒരുപാട് സംസാരിക്കാൻ പറ്റും. ഒരു പാലസ്തീൻ കവിതയിലുണ്ടായിരുന്നു. അതായത് ആ കവിതയിൽ പറയുന്നത്, എനിക്ക് എൻ്റെ കവിത കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നിങ്ങളുടെ വലിയ വലിയ വിമാനങ്ങളെ ആക്രമിക്കാൻ എനിക്ക് കഴിയില്ല. ഈ കല്ലുകൊണ്ട് എൻ്റെ അമ്മയെയോ പെങ്ങളെയോ ആക്രമിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ്റെ നെറ്റി പൊട്ടി ചോരയൊലിപ്പിക്കുവാൻ വേണ്ടി എനിക്ക് ഈ കല്ലുകൊണ്ട് കഴിയും. അതുപോലെ ഒരു കല്ലാണ് എനിക്ക് കവിത. ഈ കല്ല് കവിതയിൽ സൂക്ഷിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അടുത്ത കാലത്ത് നമ്മുടെ കവിതയിലും എഴുത്തിലുമുള്ള ഒരു വലിയ പ്രശ്നം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്ര ഒരു കാര്യങ്ങളിൽ കൂടി സംസാരിക്കാം. കവിതയെ സംബന്ധിച്ചിടത്തോളം കഥയിലും മറ്റു എല്ലാ മേഖലയിലും എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു വായനാ സമൂഹം ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേങ്കിൽ പുതിയ കവിത തിരിച്ചറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ കവിതയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു മീഡിയ അല്ല കവിത എന്ന് പറയുന്നത്. നമ്മളൊരു മോഡേൺ ചിത്രകലയൊക്കെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ കവിത അനുശീലനത്തിനുള്ള ഒരു ശിക്ഷണം ആവശ്യമുണ്ട്. കവിത മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു താക്കോൽ ആവശ്യമുണ്ട്. ഈ താക്കോൽ നിരന്തരമായ വായനയിലൂടെയും നിരന്തരമായ ഇടപെടലുകളിലൂടെയും ഒക്കെ മാറ്റുന്നതാണ്. എന്നാൽ നിലവിൽ കവിത എന്ന് പറയുന്നത് നമുക്ക് എന്തും കവിതയാകാം, ഞാനും കവിയാണ്, എല്ലാവരും കവിയാണ്, എല്ലാവരും വായനക്കാരാണ് എന്ന് പറഞ്ഞ തലത്തിലേക്ക് ആയതുകൊണ്ടാണ് നേരത്തെ നമ്മൾ വിനോദമായിട്ടുള്ള ഡിസ്കഷനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കവിത വളരെ കുറഞ്ഞ രീതിയിൽ ആളുകൾ വായിക്കപ്പെടുന്നത്. നമ്മൾ നേരത്തെ ഇന്നലെ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ ഈ നശിച്ചുപോയ ചില മാധ്യമങ്ങളുണ്ടോ, ഈ ഓട്ടം തുള്ളലോ അല്ലെങ്കിൽ കഥാപ്രസംഗമൊക്കെ പോലെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായ പോയ ഒരു മാധ്യമം പോലത്തെ ഒരു അവസ്ഥയിലേക്ക് കവിത മാറിപ്പോകുക എന്നുള്ളൊരു വലിയ ആശങ്ക. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആളുകൾ തന്നെ, കവികൾ മിക്ക ആളും നമ്മൾക്ക് ഇപ്പോഴത്തെ
നേരത്തെ പറയുന്നത് തോറ്റ കവികളാണ് നിരൂപകന്മാരാവുന്നതെന്ന് ഒരു കോമഡി എപ്പോഴും പറയും. കവിത എഴുതി തോറ്റവർ നിരൂപകരാവുക എന്നുള്ളൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു പഴയ കാലത്ത്. എന്നാൽ ഇന്ന് പറയുന്നത് തോറ്റ കവികളെല്ലാം നോവലിസ്റ്റുകളാകുന്നു എന്ന് പറയുന്ന ഒരു തമാശയായിട്ട് പറയുന്നതാണ്. കാരണം അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, ഞാൻ ഈ പ്രസാധക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഒരു കവിതാ പുസ്തകം ഇപ്പം നേരത്തെയൊക്കെ തന്നെ നമുക്കൊരു പുസ്തകം 500-1000 കോപ്പികൾ വിറ്റഴിക്കാനുള്ള ആളുകൾ ഉണ്ടായിരുന്നു. കവിതാ പുസ്തകം വാങ്ങുന്ന ആ രീതിയിൽ വായിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. വിറ്റഴിക്കുക എന്ന് പറയുന്നത് വായിക്കാത്ത ആളുകൾക്ക് പുസ്തകം കൊടുത്ത് പൈസ വാങ്ങിക്കാം, അതല്ല വായന പുസ്തകം വാങ്ങുന്ന ആളുകൾക്ക് തന്നെ വായിക്കുന്ന ആളുകൾക്ക് കൊണ്ട് വായിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ കവിത വലിയൊരു വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നുകൂടി തോന്നുന്നു. ഞാനും ഈ പറഞ്ഞതുപോലെ കവിത എടുത്ത് ഇപ്പോൾ ഈ 1-2 വർഷമായിട്ട് വളരെ അപൂർവമായിട്ട് മാത്രമേ കവിതയിലുള്ളൂ. ഈ പറഞ്ഞതുപോലെ കവിത എഴുതി നോവലിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഒരു ചർച്ച ചെയ്യണമെന്നുണ്ടെന്ന് തോന്നുന്നു. നന്ദി മനോജ്. അപ്പോൾ ഈ ഫിക്ഷനെ പറ്റി പറഞ്ഞല്ലോ, അതായത് നമ്മൾ നരേഷൻ കവിത എഴുതി പരാജയപ്പെട്ട ഒരു നോവലിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ കാലത്തെ കവിതകളിൽ പലതിലും നരേഷൻ മാത്രമേ ഉള്ളൂ, കഥ മാത്രമേ ഉള്ളൂ എന്ന് ആളുകൾ പരാതിയായി പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കെപ്പോഴും അതിനൊരു പ്രതിവാദമായിട്ട് എടുത്ത് കാണിക്കാൻ എപ്പോഴും മനസ്സിൽ തോന്നുന്നൊരു കവിത ജയശീലൻ മാഷിൻ്റെ തന്നെ ഒരു കവിതയാണ്. ജയശീലൻ മാഷ് എനിക്ക് തോന്നുന്നു അർഹിക്കുന്നത്ര വായന കിട്ടിയിട്ടില്ലാത്ത മഹാനായൊരു മലയാള കവിയാണ്. അപ്പോൾ ആളങ്ങനെ ഇത് വലിയ വലിയ വേദികളിലോ അല്ലെങ്കിൽ അങ്ങനെ ഇതിൻ്റെ ഒരു പ്രചരണത്തിനോ ഒന്നും ശ്രദ്ധ കൊടുക്കുന്ന അല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ 21 അല്ലെങ്കിൽ ഈ ആധുനികാനന്തര മലയാള കവിതയിൽ ഏറ്റവും ശ്രദ്ധ അർഹിക്കുന്ന കവി ഒരുപക്ഷെ സൂപ്പർലേറ്റീവായിട്ട് പറഞ്ഞാൽ ജയശീലൻ മാഷ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്ന കവിത ഇതാണ്. മാഷിൻ്റെ ഒരു കവിതയുണ്ട്, പിന്നെ അപ്പം നേർച്ച എന്നാണ്. അപ്പം നേർച്ച, അതായത് അത് പഴയകാല ഗ്രീക്കിലെ ഒരു കഥയാണ് അവിടെ പരാമർശിക്കുന്നത്. കഥയല്ല, ഒരു ചരിത്ര വസ്തുതയാണ്. അവിടെ ഈ ഡെലൂസ് ദേവൻ, ആ ദേവന്റെ ഒരു അമ്പലമുണ്ട് ഒരു സ്ഥലത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രീക്ക് ദേവനാണ്. അവിടുത്തെ നേർച്ച എന്ന് പറയുന്നത് അപ്പം ഉണ്ടാക്കിയിട്ട് ആളുകൾ അങ്ങോട്ട് സഞ്ചരിച്ചിട്ട് ആ അപ്പം അവിടെ നേദിക്കുക എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ ആ സമയത്തുള്ള ഒരു ലോജിസ്റ്റിക്കിന്റെ പ്രശ്നം, നമ്മളിപ്പോൾ ഇന്ന് അപ്പം ഉണ്ടാക്കിയിട്ട് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ആ അമ്പലത്തിലെത്തില്ല, അത് കേടായിപ്പോകും. അപ്പോൾ കേടായ അപ്പം എന്തായാലും ദേവന് കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, ഇവിടുന്ന് അപ്പം ഉണ്ടാക്കിയിട്ട് സഞ്ചരിക്കുന്നു, അടുത്തൊരു ഗ്രാമത്തിലെത്തുന്നു, വൈകുന്നേരം ആകുമ്പോൾ ആ അപ്പം ആ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു വീട്ടുകാർക്ക് കൊടുക്കുന്നു, അവരവിടെ താമസിക്കുന്നു. അടുത്ത ദിവസം അവിടുന്ന് ആ അപ്പം അവർ കഴിക്കുന്നു, അടുത്ത ദിവസം ആ വീട്ടിൽ നിന്ന് അപ്പം ഉണ്ടാക്കിയിട്ട് പിന്നെയും നടക്കുന്നു. അങ്ങനെ പിന്നെ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നു. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞിട്ട് അവസാനം അപ്പം ഈ ഡെലൂസ് ദേവന്റെ അമ്പലത്തിലെത്തുന്നു. ഇതിങ്ങനെ വളരെ കാര്യമായിട്ട് മാഷിങ്ങനെ വളരെ ലളിതമായ പദങ്ങളിൽ സാധാരണ ഒരു കഥ പറയുന്നത് പോലെ കവിതയിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഒറ്റൊരു വരിയുണ്ട്, അതായത് അപ്പത്തിന്റെ ഒരു മിടിപ്പ് സമുദായത്തിലൂടെ സഞ്ചരിച്ച് അമ്പലത്തിലെത്തുന്നു, അല്ലെ? അപ്പത്തിന്റെ ഒരു മിടിപ്പ്. ഈ അപ്പത്തിന്റെ ഒരു മിടിപ്പ് എന്ന് പറയുന്ന സാധനം ഈ മൊത്തം നരേഷനെ ഭയങ്കര ഹൈ വോൾട്ടേജ് കവിതയാക്കി മാറ്റുന്നു എന്നാണ് എൻ്റെ ഒരു, ഞാനിപ്പോൾ പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന രീതിയിൽ ആ അനുഭവം വീണ്ടും വീണ്ടും എനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ അപ്പത്തിന് മിടിപ്പില്ലല്ലോ, നമുക്കറിയാലോ, അത് വസ്തുതാപരമായി ശരിയല്ല, അത് ജീവനുള്ള വസ്തുവല്ല. പക്ഷേ ഇതിനകത്ത് അപ്പത്തിന് മിടിപ്പ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ സാമൂഹികത, പാരസ്പര്യം, മനുഷ്യത്വം, പങ്കുവയ്ക്കൽ, ഇത് എങ്ങനെയാണ് അവിടെ എത്തിപ്പെടുന്നത്? എന്താണ് എത്തിപ്പെടുന്നത്? അപ്പമായിട്ടാണോ അവിടെ എത്തുന്നത്? അല്ല, അപ്പത്തിന്റെ ഒരു മിടിപ്പായിട്ടാണ് എത്തുന്നത്. അപ്പത്തിന്റെ ഒരു മിടിപ്പ് എന്ന് പറയുന്നത് ഒരു നോൺ എക്സിസ്റ്റിംഗ് എൻറ്റിറ്റിയാണ്. പക്ഷേ നമ്മളുടെ നമുക്ക് 2 തരത്തിലുള്ള റിയാലിറ്റി ഉണ്ട് എന്ന് പറയുമല്ലോ. ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ട്, ഫിക്ഷണൽ റിയാലിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മളൊരു 100 രൂപയുടെ വില എന്ന് പറയുന്നത് ആ പേപ്പറിന്റെ വിലയല്ല, അതല്ലേ മഷിയുടെ വിലയല്ല, ആ പ്രോസസ്സിന് ചെലവായ തുകയല്ല, പക്ഷെ അതിന് 100 രൂപയാണ് വില. അത് ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ലേ? അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് വളരെ വിലപ്പെട്ടത് പൈസ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു എക്സാമ്പിൾ, സ്നേഹം നമുക്ക് ഒബ്ജക്റ്റീഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. ആ അർത്ഥത്തിൽ ഈ നരേഷൻ മുഴുവൻ കവിതയാവണമെന്നില്ല. നരേഷനെ കവിതയാക്കാവുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷെ അത് ഭാഷക്കുള്ളിലെ ഒരു ഭാഷയാണ്. നേരത്തെ പറഞ്ഞ പോലെ അപ്പത്തിന്റെ ഒരു മിടിപ്പ് എന്ന് പറയുന്ന ഒരു പ്രയോഗം അതിനെ മൊത്തം കവിതയാക്കുമല്ലോ. ഈ രീതിയിൽ കവിത ഭാഷയിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നു. പ്രസാദ് കോടാളിയിലേക്ക് പോവാം. പ്രസാദ് കോടാളി എനിക്ക് തോന്നുന്നു 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കം തൊട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമ്മളെ ഏറ്റവും പുതിയ കാലത്തെ മലയാള കവിതയിൽ അല്ലെങ്കിൽ
ഏത് രീതിയിലാണ് നമ്മളുടെ ഒരു ഭാവുകത്വ പരിണാമം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നത്? അപ്പം നിങ്ങൾ എഴുതി തുടങ്ങിയ കാലം തൊട്ട് നിങ്ങൾ ഈ ഭാവുകത്വത്തിന് വളരെ അടുത്ത് നിന്ന് കാണുകയും നമ്മൾ ഭാവുകത്വം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റീഡർഷിപ്പിൻ്റെ ഭാവുകത്വം മാറുമ്പോഴാണ് നമ്മൾ എഴുത്തുകാരുടെ ഭാവുകത്വം അതിനോട് പ്രതികരിക്കുക എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ പല പല ഘടകങ്ങൾ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. ഒന്ന്, മനുഷ്യരുടെ ജീവിതം മാറുന്നു, സംസ്കാരം മാറുന്നു, നമ്മളുടെ പ്രയോറിറ്റീസ് മാറുന്നു, ഭാഷ മാറുന്നു. അപ്പോൾ ഇതിനോടുള്ളൊരു പ്രതികരണം എന്ന രീതിയിൽ നമ്മളുടെ കവിതയിൽ ഏത് രീതിയിലാണ് ഭാവുകത്വം മാറുന്നത്? നിങ്ങളുടെ സ്വന്തം കവിതയിൽ കവിത ഒരു അതിൻ്റെ ഒരു ഡിസ്കോഴ്സ് ഏത് രീതിയിലാണ് പരിണമിച്ചതെന്നതിനെ പറ്റി ഓർത്ത് പറയാമെങ്കിൽ നന്നായിരിക്കും. പ്രിയമുള്ളവരെ, മാധവ് മാഷിവിടെ തുടക്കമിട്ടതുപോലെ മാഷിവിടെ പറയുന്ന സമയത്ത് സൂചിപ്പിച്ചത് നമ്മൾ ഈ ഭൂതത്തെ വല്ലാതെ വാഴ്ത്തുകയും വർത്തമാനകാലത്തെ വല്ലാതെ ഇകഴ്ത്തുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. അതിന് നേരത്തെ ഇപ്പോൾ ജെൻസി എന്നൊക്കെ പറഞ്ഞ് പുതിയ കാലത്ത് എഴുതുന്ന ആൾ എഴുതുന്നൊരു എഴുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പറയാറ്. മഴയൊക്കെ പ്രളയത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ പറയും മഴയൊക്കെ പണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നത് വെറും മരം പെയ്യലുകളാണ്. കവിതയെക്കുറിച്ച് പറയുമ്പോൾ പറയും കവിതയൊക്കെ മരിച്ചിരിക്കുന്നു, ഇപ്പോൾ അതിൻ്റെ സംസ്കാര ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറ്. പക്ഷെ കവിത തീർച്ചയായിട്ടും അതിൻ്റെ ഭാഷയിൽ നിരന്തരമായി പുതുക്കിക്കൊണ്ട് അതിൻ്റെ കൊടിപ്പടം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ നിരാശയിൽ നിൽക്കുമ്പോഴും, നമ്മൾ എത്രമാത്രം നിരാശയിൽ നിൽക്കുമ്പോഴും പ്രതീക്ഷയുടെ കൊടി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങളൊക്കെ എഴുതി തുടങ്ങുന്ന കാലത്ത് ക്യാമ്പസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പത്രങ്ങൾക്കകത്തും ഒരു ക്യാമ്പസ് കോളമുണ്ടായിരുന്നു. ആ കോളത്തിനകത്ത് വിദ്യാർത്ഥികൾക്ക് എഴുതാൻ വേണ്ടി ഒരു അവസരം ക്യാമ്പസ് എന്ന പേരിൽ തന്നെ മിക്കവാറും എല്ലാ പത്രങ്ങളും, വർത്തമാന പത്രത്തിൽ തന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം അവരുടെ ഒരു പേജ് അതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് ഞങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ഈ കവിത ഞങ്ങൾ എഴുതിയ കവിതയുമായിട്ട് ക്യാമ്പയിനകത്തേക്ക് പോകുന്ന സമയത്ത് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. 2002 എനിക്ക് തോന്നുന്നു കനകക്കുന്ന് ഞങ്ങളുടെ സംസ്ഥാന ശില്പശാല, കവിതയുടെ ശില്പശാല അടക്കം ആ ക്യാമ്പിനകത്തേക്ക് പോയപ്പോൾ അവിടെ അന്ന് ഉയർന്നു വന്ന വലിയ ചർച്ച, അന്ന് പി രാമനെ പോലെ രൂപേഷ് പോളിനെ പോലെ അല്ല അത്ര ആളുകൾ എഴുതി വരുന്നൊരു സമയം, അന്ന് ഇത് കവിതയാണോ എന്ന് ചോദിച്ചിട്ട് വലിയ വിമർശനം ഉണ്ടാകുന്ന ഒരു കാലത്ത് അന്ന് അവിടെ ഉയർന്നു വന്നൊരു ചർച്ച കുമാരനാശന് ശേഷം മലയാളത്തിൽ കവിത ഉണ്ടായിട്ടില്ല എന്ന്. കുമാരനാശാന് ശേഷം മലയാളത്തിൽ അങ്ങനെ ഒരു കവി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് വലിയ ചർച്ച അവിടെ വന്നു. അതാണ് കവിത, അതിനുശേഷം ഒരു കവിതയും മലയാളത്തിൽ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ നമ്മളൊരു മറ്റൊരു ക്യാമ്പയിനകത്ത് പങ്കെടുക്കുമ്പോൾ അവിടെ നിന്ന് ചർച്ച വന്നത് ബാലചന്ദ്ര ചുള്ളിക്കാടാണ് അവസാനത്തെ മലയാളത്തിലെ കവിത, ബാലചന്ദ്ര ചുള്ളിക്കാടിന് ശേഷം പിന്നെ മലയാളത്തിൽ കവിത ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനന്ന് സംസാരിച്ചെന്ന് ഞാൻ പറഞ്ഞു, കുമാരനാശാനിൽ നിന്ന് ബാലചന്ദ്ര ചുള്ളിക്കാടിലെങ്കിലും എത്തിയല്ലോ, അത്രയെങ്കിലും കവികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അംഗീകരിക്കാനെങ്കിലും നമ്മൾ തയ്യാറായല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഏറ്റവും പുതിയ കാലത്തും കവിത നിരന്തരമായിട്ട് അതിൻ്റെ ഭാഷയെ പുതുക്കിക്കൊണ്ട് നമുക്കിടയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അതിനെ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴയുണ്ടോ, ഇപ്പോഴും മഴയുണ്ടോ, മഴയൊക്കെ പണ്ടായിരുന്നില്ലെന്ന് പറയുമ്പോൾ മഴ ഇപ്പോഴും കനത്തു പെയ്യുന്നുണ്ട്. ആ കൊടയങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ മഴയിലേക്ക് ഇറങ്ങി നിൽക്കാൻ നമ്മൾ എത്ര പേര് കവിതയുടെ മഴയിലേക്ക് ഇറങ്ങി നിൽക്കാൻ തയ്യാറാവുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. അന്നൊക്കെ ഞങ്ങൾ എഴുതുന്ന സമയത്ത് പ്രണയത്തെക്കുറിച്ച് ഇവിടെ മാഷ് പറഞ്ഞു, എൻ്റെ പ്രിയ കാമുകി ഇവിടെ പുരയ്ക്ക് തീപിടിക്കുമ്പോഴും എന്നെ ഓർത്തിരിക്കുന്ന നിന്റെ പ്രണയത്തെ എനിക്ക് ഭയമാണ്. ദയവ് ചെയ്ത് ഇനിയും നീ എന്നെ ക്ഷണിക്കരുത്. എല്ലാവർക്കും വേണ്ടി ഞാനൊന്ന് ഉറക്കെ നിലവിളിച്ചോട്ടെ. ഇത് ഇറാഖ് യുദ്ധം 2002 ഇറാഖ് യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാനൊന്ന് ഉറക്കെ നിലവിളിച്ചോട്ടെ എന്ന് കവിത എഴുതുമ്പോൾ ഇത് കവിതയാണോ എന്ന് ചോദിച്ച ആളുകളുണ്ട്. അന്ന് എഴുതിയ കവിത അന്ന് വളരെ വ്യക്തിപരമായിട്ട് വൈയക്തികമായിട്ട് എഴുതിയ കവിതകൾ പുതിയ കാലത്ത് അതിനകത്ത് രാഷ്ട്രീയമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ കാക്ക കണ്ണാടി ക്രിസ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ ചെറിയ കവിതകളാണ്. കാക്ക കുളിച്ച് കൊക്കായി പോയിരിക്കുന്നു, കാക്ക കുളിച്ച് കൊക്കായി പോയിരിക്കുന്നു, കാക്ക ഇപ്പോൾ കുളിക്കുന്നത് അതിൻ്റെ കറുപ്പ് വീണ്ടെടുക്കാനാണ്. കണ്ണാടി, ഞാൻ ഇത്രയും നാൾ മുഖം മിനുക്കിയ കണ്ണാടി ഇപ്പോൾ വീണുടഞ്ഞിരിക്കുന്നു, ഞാൻ ഇത്രയും നാൾ മുഖം മിനുക്കിയ കണ്ണാടി വീണുടഞ്ഞിരിക്കുന്നു, ഇപ്പോഴാണത് ശരിക്കും എന്നെ പ്രതിഫലിപ്പിക്കുന്നത്. ഇത് വൈയക്തികമായിട്ടൊരു എഴുതിയ കവിതയാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ട് എങ്ങനെയാണ് അത് തിരിച്ചു വരുന്നത് എന്നുള്ളത് വർത്തമാനകാലത്ത് പലതരത്തിൽ അതേ കവിത നമ്മളിലേക്ക് തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് നമ്മൾ വ്യക്തിപരമായിട്ട് എഴുതുന്ന കവിതകൾ പോലും അതിനെപ്പോലും വായിക്കാനും അതിനെക്കുറിച്ച് ടെക്സ്റ്റ് ഒന്നാണെങ്കിലും റീഡിങ് വ്യത്യസ്തമാണെന്ന് പറഞ്ഞതുപോലെ അതിനെപ്പോലും തിരുത്തി വായിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് പുതിയ കാലത്തെ തലമുറ ശക്തമാണ് എന്ന് ഞാൻ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ചില വേദികളിൽ പോയി കഴിഞ്ഞാൽ ചില ആളുകൾ പറയും വായന മരിച്ചിരിക്കുന്നു, വിധി പ്രസ്താവിക്കുന്നത് പോലെയാണ് പറയും, വായന മരിച്ചിരിക്കുന്നു, ഒറ്റയടിക്ക് അങ്ങോട്ട് പറയും. ഇങ്ങനെ വായന മരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെയാണ്
നമ്മുടെ പുതിയ കാലത്ത് ഒരാട് ജീവിതം എന്ന് പറയുന്ന കൃതി പതിപ്പുകൾ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പതിപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഒരു പുസ്തകം നമ്മുടെ വിദ്യാർത്ഥികൾ പുസ്തകശാലയിലേക്ക് ഇരച്ചു വന്നിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വാങ്ങിക്കൊണ്ടുപോകുന്നു. ഏറ്റവും പ്രിയപ്പെട്ട എന്നോടും നിന്നോടും എന്ന് പറയുന്ന ഒരു പുസ്തകം ഇവിടെ വായിക്കപ്പെടും. ഞാൻ പറഞ്ഞത് അതിനകത്ത് ഭാഷ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായം, പക്ഷേ പുതിയ കാലത്തും വായന ഉണ്ടാവുന്നുണ്ട്. അതിനെക്കുറിച്ച് അത് വായിക്കുകയും അതിനെക്കുറിച്ച് വളരെ സുന്ദരമായ ഭാഷയിൽ കുറിപ്പുകൾ എഴുതുകയും ചെയ്യുന്ന പുതിയ കാലത്തെ ചെറുപ്പക്കാരെ ക്യാമ്പസിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്ന് വെച്ചാൽ വർത്തമാനകാലത്തും സാഹിത്യത്തെ സ്നേഹിക്കുകയും കവിതയെ സ്നേഹിക്കുകയും വായനയുടെ കാലത്ത് ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിനകത്തുണ്ട്. അതുകൊണ്ട് വർത്തമാനകാല കവിതയ്ക്കും തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് വായന മരിച്ചു, കവിത മരിച്ചുപോയി എന്നൊക്കെ പറയുന്ന വാദങ്ങൾ, വിലാപങ്ങൾ നമ്മൾ അവസാനിപ്പിക്കേണ്ട കാലമായിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തീർച്ചയായിട്ടും സൂചിപ്പിക്കുന്നത്. മംഗളത്തിൻ്റെയും മലയാള മനോരമ പോലുള്ള വാരികകളുടെയും അതിൻ്റെ വരിക്കാരുടെ എണ്ണം കുറയുന്നത് വെച്ചിട്ട് ഭാഷ മരിച്ചുപോയി, വായനക്കാർ മരിച്ചുപോയി എന്ന വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തുന്നത് തെറ്റായിരിക്കും. അതുകൊണ്ട് കവിതയുടെ വർത്തമാനം തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാൻ. നന്ദി. പ്രസാദ് പറഞ്ഞതുപോലെ ഈ വായന മരിക്കുന്നു എന്ന് പറയുന്നത് വേറൊരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബാലിശമായ ഒരു വാദമാണ്. കാരണം ഒരു മനുഷ്യൻ ഇന്നത്തെ കാലത്ത് അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വായനയാണ്. നമ്മൾ മുഴുവൻ ഈ ഫോണിൽ വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലെ? നമ്മളെപ്പോഴും കേൾക്കുന്നോ കാണുന്നതിനെ കൂടുതൽ വായനയുടെ ആ പ്രതലം മാറുന്നു എന്നേ ഉള്ളൂ. നമ്മൾ വായിക്കുന്നതിൻ്റെ കണ്ടന്റിൻ്റെ ക്വാളിറ്റി ഒക്കെ വേറെ വിഷയമാണ്. പക്ഷേ നമ്മളെ ഒരു പ്രവൃത്തി എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ ശ്വാസം എടുക്കുന്നതിനോട് അത്ര തന്നെ ഉറങ്ങാത്ത സമയത്ത് മുഴുവൻ നമ്മൾ ഫോണിലാണ്. അപ്പോൾ അത് വായന തന്നെയാണ്. വായനയുടെ പ്രതലം മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് മാത്രമല്ല ഭാഷയാണ് നമ്മളുടെ ഈ ഒരു എന്താ പറയുക പ്രധാന എൻ്റർടൈൻമെൻറ്റ് മാധ്യമം. ആ അർത്ഥത്തിൽ നമ്മൾ ഒരുപക്ഷെ ഈ ആളുകൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമ്മളെ സാഹിത്യത്തിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ ഈ കവിത എന്ന് പറയുന്നത് ആളുകളെ അങ്ങനെ ഹുക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ആളുകൾ കവിതയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത് എന്താ നമ്മൾ മതമാഷ് ഇപ്പോൾ സൂചിപ്പിക്കേണ്ടത്, നമ്മൾ വായനക്കാരെ കുറ്റം പറയുന്നത് നോടൊപ്പം തന്നെ നമ്മളൊരു സെൽഫ് ക്രിറ്റിസിസം കൂടി ആവശ്യമാണ്. എന്തുകൊണ്ടാണ് വായനക്കാർ പോകുന്നത്? എഴുത്തുകാർക്കും ഉണ്ടല്ലോ ചില എഴുത്തുകാരിൽ നിന്നും പുതുക്കൽ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. വായനക്കാർ പുതുക്കട്ടെ, അത് നടന്നോളൂ. പക്ഷെ എഴുത്തുകാർക്കും ഒരു സ്വയം പുതുക്കലൊക്കെ ആവശ്യമുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു AI കാലഘട്ടത്തിൽ ജീവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പം AI ചോദിക്കാം, ഡൊണാൾഡ് ട്രംപിനെ പറ്റി കുഞ്ചൻ നമ്പ്യാർ എഴുതുമായിരുന്ന കവിത ഒന്ന് എഴുതി തരൂ. കൃത്യമായിട്ട് എഴുതി തരും. കാര്യം എന്ന് വെച്ചാൽ കുഞ്ചൻ നമ്പ്യാറിൻ്റെ ടെക്സ്റ്റ് എത്രമാത്രം AIക്ക് അവൈലബിൾ ആണെന്ന് നോക്കിയാൽ മതി. കുഞ്ചൻ നമ്പ്യാറിൻ്റെ ഡിക്ഷൻ, നമ്പ്യാർ സ്ഥിരമായി യൂസ് ചെയ്തുകൊണ്ടിരുന്ന വൃത്തങ്ങൾ, പിന്നെ അലങ്കാരങ്ങൾ, പ്ലസ് ഡൊണാൾഡ് ട്രംപിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും. ഡൊണാൾഡ് ട്രംപിൻ്റെ അകത്തൊരു പരിഹാസ്യതയുണ്ടല്ലോ, ഒരു പൈശാചികതയുണ്ട്, പരിഹാസ്യതയുണ്ട് ഒരേ സമയത്ത്. ഇത് വളരെ കുഞ്ചൻ നമ്പ്യാർക്ക് വളരെ പറ്റിയൊരു വിഷയമാണ്. അത് കുഞ്ചൻ നമ്പ്യാറിൻ്റെ അതേ ശൈലിയിൽ AI എഴുതി തരും. അപ്പോൾ നമ്മൾ മുമ്പുണ്ടായിരുന്ന കവിതകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ആവിഷ്കാരങ്ങളുടെ പാരഡി ആയിട്ടാണ് നമ്മളുടെ പുതിയ കാലത്തെ ആവിഷ്കാരങ്ങളെ സംവിധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി കാലഹരണപ്പെട്ടു എന്നാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ പുതിയ കാലത്തൊരു കവിത അല്ലെങ്കിൽ ഒരു സർഗസൃഷ്ടിക്ക് ഒരു മൗലികത എന്ന് പറയുന്നത് വളരെ പ്രശ്നഭരിതമായ ഒരു ആശയമാണ്. സമ്പൂർണ്ണ മൗലികത എന്ന് പറഞ്ഞൊരു സാധനമില്ല. കാരണം ബേസിക്കലി നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. ഭാഷ അങ്ങനെ മൗലികമല്ലല്ലോ. നമ്മൾ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഇന്നത്തേക്കുള്ള ഭാഷ ഉണ്ടാക്കുകയല്ലോ ചെയ്യുന്നത്, പഴയ ഭാഷ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ഇപ്പോൾ കവിത പുതിയതാവണമെങ്കിൽ ഇതുവരെ കവിതയിൽ ഇല്ലാതിരുന്ന ഇതിവൃത്തങ്ങൾ, ഇതുവരെ കവിതയിൽ ഇല്ലാതിരുന്ന സൂചനകൾ, ഇതുവരെ കവിതയിൽ ഇല്ലാതിരുന്ന ഭാഷാപരമായ സൗന്ദര്യങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന് എന്തെങ്കിലും പുതുമ അവകാശപ്പെടാൻ ഉള്ളൂ. മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്നത് പുരുഷൻ എന്നാണ്. നീ ഇനി ഒരൊറ്റ കവിത എഴുതി പോരുത് പറഞ്ഞു, ഞാൻ ആ കവിതയൊക്കെ ആലുവാപ്പുഴയിൽ എറിഞ്ഞിട്ട് വരികയും ചെയ്യും. ദളിത് കവിതയായാലും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കവിതയായാലും സ്ത്രീപക്ഷ കവിതകളായാലും ഒക്കെ കവിതകളിലേക്ക് കയറി വരുന്നത് വളരെ അടുത്താണ്. എന്തിനധികം ഒരു സ്ത്രീ ചരിത്രകാരി പോലും നമുക്ക് വളരെ വൈകിയാണ് ഉണ്ടായിട്ടുള്ളത്. പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ എഴുതുമ്പം ഇതിനൊക്കെ നിലവിലുള്ള ഒരു ലാവണ്യധാരയെയും ഭാവുകത്വത്തെ ഒക്കെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് സാഹിത്യത്തിലേക്ക് അവർ വരുന്നത്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ചില വിഷയങ്ങൾ പോലും കവിതക്ക് വിഷയം കവിതയിലേക്ക് വരാറുണ്ട്. കൂടുതൽ സ്ത്രീകൾ കവിതയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് വളരെ ആകസ്മികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഭാഷ തന്നെ സ്ത്രീകളോട് അവഗണന ഫലങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കണം. കവിയാവുക എന്ന് പറയുന്നത് വളരെ എളുപ്പം ആണ് എന്നുള്ളൊരു ധാരണയോ തെറ്റിദ്ധാരണയോ ഒക്കെ ആളുകൾക്കുണ്ട്. കവിത എഴുതുക എന്നതിനേക്കാൾ പ്രധാനം കവിയായി ജീവിക്കുക എന്നതാണ്. ഓരോ കവിതയും എഴുതി കഴിഞ്ഞാൽ
ആ കവി വലിയ പ്രതിസന്ധിയിലാണ് അകപ്പെടുന്നത്. എല്ലാ കവികളും പ്രത്യേകിച്ച് ഒരു ലാംഗ്വേജ് ആക്ടിവിസ്റ്റ് കൂടിയാണ്. ഒരു കവിതയുടെ മാത്രമല്ല, ഒരു ബഹുകർത്തൃത്വത്തിലാണ് എഴുത്തിനെ കാണേണ്ടത്.